ഹായ്, മൈ നെയിം ഇസ് എസ് ജെ ആൻഡ് ദിസ് ഇസ് മോഷൻ ആൻഡ് ഇമോഷൻ. നമ്മളിന്ന് ഐ സി ടി മാർക്കറ്റ് സ്ട്രക്ചറിനെ കുറിച്ചുള്ള ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വീഡിയോയിലേക്ക് കിടക്കാം. ബേസിക് ഗൈഡ് ടു ഐ സി ടി മാർക്കറ്റ് സ്ട്രക്ചർ. മെയിനായിട്ട് നമുക്കറിയാം ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ്. അപ് ട്രെൻഡും ഡൗൺ ട്രെൻഡും ഉണ്ട് അല്ലേ, അല്ലെങ്കിൽ ബുള്ളിഷ് സ്ട്രക്ചറും ഉണ്ട്, ബിയറിഷ് സ്ട്രക്ചറും ഉണ്ട്. ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ അല്ലേ, അപ്പം നമ്മൾ പണ്ട് മുതലേ നമ്മൾ ശീലിച്ചിട്ടുള്ള ഒരു സ്ട്രക്ചർ പറയുന്ന രീതിയാണ്. അതായത് ബുള്ളിഷ് സ്ട്രക്ചർ ആണെങ്കിൽ ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ ഇങ്ങനെയായിരിക്കും പോവുക. അതുപോലെ തന്നെ ഒരു ബിയറിഷ് സ്ട്രക്ചർ ആണെങ്കിൽ അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡ് ആണെങ്കിൽ ഒരു ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ അങ്ങനെ ക്രിയേറ്റ് ചെയ്തായിരിക്കും പോവുക എന്നുള്ളതാണ് നമുക്ക് ഇതിന് മുൻപ് ഐ സി ടിയിലേക്ക് വരുന്നതിന് മുൻപേ നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള രീതി എന്ന് പറയുന്നത്. ഓക്കെ, ഐ സി ടി ഈ ഒരു രീതിയിലല്ല ഐ സി ടി മാർക്കറ്റ് സ്ട്രക്ചറിനെ പഠിക്കാൻ അല്ലെങ്കിൽ പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് ശീലിപ്പിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് അതിൻ്റെ ഒരു ബേസിക് ഐഡിയ. എങ്കിലും നമ്മളൊരു സ്ട്രക്ചറിനെ നിരീക്ഷിക്കേണ്ടത്, വാച്ച് ചെയ്യേണ്ടത് ഈ ഒരു ഹയർ ഹൈ, ഹയർ ലോ അല്ലെങ്കിൽ ആ ഒരു ലോവർ ലോ, ലോവർ ഹൈ പോലെ അല്ല ചെയ്യേണ്ടത്. ഓക്കെ, പകരം ഇവിടെ എന്താണ് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു ബുള്ളി സ്ട്രക്ചർ ആണെങ്കിൽ ഇവിടെ ഹൈസ് എടുത്തു പോകുന്നതാണ് അല്ലേ, ബൈ സൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബൈ സ്റ്റോപ്സ് എടുത്തെടുത്താണ് ബുള്ളി സ്ട്രക്ചർ കണ്ടിന്യൂ ചെയ്യുന്നത്. ബുള്ളി സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ തന്നെ അപ് ട്രെൻഡ് എന്ന് പറയുന്നത് തന്നെ എന്ത് ലിക്വിഡിറ്റി എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും? ഓഫ് കോഴ്സ് ബൈ സ്റ്റോപ്സ് അല്ലെങ്കിൽ ബൈ സൈഡ് ലിക്വിഡിറ്റി എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു ബുള്ളി സ്ട്രക്ചർ ഫോം ചെയ്യുക. അപ്പോൾ ബുള്ളി സ്ട്രക്ചറിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ് അതിൻ്റെ ബൈ സ്റ്റോപ്സ് എടുത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഹൈസ് എടുത്തെടുത്തെടുത്ത് പോകും. അപ്പം ബിയറിഷ് സ്ട്രക്ചർ എന്തായിരിക്കും? അതിൻ്റെ ലോസ് എടുത്തിട്ടായിരിക്കും പ്രൈസ് താഴേക്ക് പോവുക. അപ്പം ബുള്ളി സ്ട്രക്ചർ എന്ന് പറയുന്നത് ഫോർ ബൈ സൈഡ് ലിക്വിഡിറ്റിക്ക് വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ ബിയറിഷ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഫോർ സെൽ സൈഡ് ലിക്വിഡിറ്റി. ഇതൊരു ബേസിക് ആയിട്ടുള്ളൊരു ഐഡിയ ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ സ്ട്രക്ചർ ഫോം ചെയ്യുക? ബൈ സൈഡ് ലിക്വിഡിറ്റി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ബുള്ളി സ്ട്രക്ചർ ഫോം ചെയ്യുക. അതുപോലെ തന്നെ ബിയറിഷ് സ്ട്രക്ചർ ഫോം ചെയ്യുന്നത് സെൽ സൈഡ് ലിക്വിഡിറ്റി പർപ്പസിന് വേണ്ടിയിട്ടാണ്. അതാണ് നമുക്ക് ബോധപൂർവ്വം നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനൊരു സ്ട്രക്ചർ ഫോം ചെയ്യുമ്പോൾ ആദ്യം വരേണ്ടത്. ദെൻ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ബൈ സൈഡ് ലിക്വിഡിറ്റി എടുക്കുമ്പോൾ ഹൈസ് എടുത്തെടുത്താണ് പോവുക. അപ്പോൾ ഹൈസ് എടുക്കുമ്പോൾ ആ സ്ട്രക്ചറിന് എന്താണ് ഇമ്പോർട്ടൻസ്? അത് വീക്കാണ് എന്നുള്ളതാണ് അതിൻ്റെ സൂചിപ്പിക്കുന്നത് അല്ലേ. വീക്കായിട്ടാണ് ഹൈസ്, അതുകൊണ്ടായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും ആ ഹൈ എടുക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഒരു ബിയറിഷ് സ്ട്രക്ചറിൽ അതിൻ്റെ ലോസ് ടേക്ക് ചെയ്യുന്ന എന്തുകൊണ്ടായിരിക്കും? അതിൻ്റെ ലോസ് വീക്കാണ്. ഓക്കെ, വീക്ക് ആയതുകൊണ്ടാണ് ആ ലോസ് ടേക്ക് ചെയ്ത് പോകുന്നത്. ഓക്കെ, വീക്ക് സ്ട്രക്ചറാണ്. ഓക്കെ, അല്ലെങ്കിൽ ആ ലോസ് റിട്ടേൺ ചെയ്യുവാണെങ്കിൽ അല്ലെങ്കിൽ അതിനെ റെസ്പെക്ട് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ സ്ട്രക്ചർ ഷിഫ്റ്റ് ആവുകയാണെന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, അതോടൊപ്പം നമുക്ക് ഈ വീക്ക് ഹൈസ്, വീക്ക് ലോസ് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ മറ്റൊരു മീനിങ് എന്ന് പറയുന്നത് അവിടെ എന്താണ് അപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ളത് എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ളത് ലോസ് ആണ്. ഇപ്പോൾ ബുള്ളി സ്ട്രക്ചറിലാണെങ്കിൽ അതിൻ്റെ ലോസ് എടുക്കുന്നില്ല. ഓക്കെ, ഐ സി ടി അതിനെ വിളിക്കുന്നത് ഇന്റർമീഡിയറ്റ് ലോസ് എന്നാണ്. ഇന്റർമീഡിയറ്റ് ടേം ലോസിൻ്റെ ഒരു പ്രത്യേകത അതവിടെ റിട്ടേൺ ചെയ്യുന്നു അല്ലെങ്കിൽ റെസ്പെക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതിനെ പ്രൈസ് താഴേക്ക് ക്ലോസ് ചെയ്യുന്നില്ല, ബോഡി ക്ലോസ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ലിക്വിഡിറ്റി എടുക്കുന്നില്ല. അതവിടെ റെസ്പെക്റ്റ് ചെയ്യണം. അവിടെയുള്ള ഓർഡർ ബ്ലോക്ക്, ഇംബാലൻസസ്, ബ്രേക്കേഴ്സ് അല്ലെങ്കിൽ ലിക്വിഡിറ്റി, അങ്ങനെ എന്തെങ്കിലും ഷോർട്ട് ടേം ലിക്വിഡിറ്റീസ് ഉണ്ടെങ്കിൽ അത് എടുക്കാൻ വേണ്ടിയിട്ടാണ് അത് താഴേക്ക് ആ ഒരു റിട്രേസ്മെന്റ് മൂവ് നടക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ സ്ട്രോങ് ആയിട്ടുള്ളത് ബുള്ളി സ്ട്രക്ചറിൽ ലോസ് ആണ്. അതുപോലെ തന്നെ ബിയറിഷ് സ്ട്രക്ചറിൽ സ്ട്രോങ് ആയിട്ടുള്ളത് ഹൈസ് ആണ്. ഓക്കെ, സ്ട്രോങ് ഹൈസ് ആണ് ഒരു ബിയറിഷ് സ്ട്രക്ചറിൽ ഉള്ളത്. അതിനെ വിളിക്കുന്ന ഐ സി ടി വിളിക്കുന്ന പേരാണ് ഇന്റർമീഡിയറ്റ് ടേം ഹൈസ് എന്നും, ഇന്റർമീഡിയറ്റ് ടേം ലോസ് ആൻഡ് ഇന്റർമീഡിയറ്റ് ടേം ഹൈസ്. ഓക്കെ, സോ അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ? ഇപ്പോൾ ബുള്ളി സ്ട്രക്ചർ എടുക്കുകയാണെങ്കിൽ ഷോർട്ട് ടേം സെൽ ലിക്വിഡിറ്റി എടുക്കുന്നു അല്ലെങ്കിൽ ഇംബാലൻസസ് എടുക്കുന്നു. അതിനെ ബിസി എന്ന് വിളിക്കും. ബൈ സൈഡ് ഇംബാലൻസ്, സെൽ സൈഡ് ഇൻഎഫിഷ്യൻസി. ഓക്കെ, അപ്പോൾ ഷോർട്ട് ടേം സെൽ ലിക്വിഡിറ്റി ഇതിൻ്റെ ഉള്ളിലുള്ള സെൽ സ്റ്റോപ്സുകൾ ഉണ്ട് അല്ലെ, ഷോർട്ട് ടേം ലിക്വിഡിറ്റീസ് ഉണ്ട്. ഇന്റർമീഡിയറ്റ് അല്ല, ഷോർട്ട് ടേം ആയിട്ടുള്ള ലിക്വിഡിറ്റീസ് ഉണ്ട്. അല്ലെങ്കിൽ ഫെയർ വാല്യൂ ഗ്യാപ്പുകൾ ഉണ്ടാവാം, ഓർഡർ ബ്ലോക്സുകൾ ഉണ്ടാവാം. ഓക്കെ, അങ്ങനെയുള്ള PDRIs മിറ്റിഗേറ്റ് ചെയ്തിട്ടായിരിക്കും പ്രൈസ് മുകളിലേക്ക് പോവുക. ഓക്കെ, അപ്പം ഇത് രണ്ടും നടക്കാം. ലിക്വിഡിറ്റി എടുക്കാം ഒരേ സമയം, ഷോർട്ട് ടേം സെൽ ലിക്വിഡിറ്റി എടുക്കുകയും ചെയ്യാം, ഇംബാലൻസസും എടുക്കാം. ഇത് രണ്ടിലേതെങ്കിലും സംഭവിച്ചാലും മതി. സോ ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ. ടേക്കിംഗ് സെൽ സ്റ്റോപ്സ്, അതായത് ഷോർട്ട് ടേം സെൽ സൈഡ് ലിക്വിഡിറ്റി എടുക്കുന്നു, ഷോർട്ട് ടേം ലോസ് എടുക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ബിയറിഷ് സ്ട്രക്ചറിൽ വരുമ്പോൾ ഷോർട്ട് ടേം ബൈ സൈഡ് ലിക്വിഡിറ്റി എടുക്കുന്നു അല്ലെങ്കിൽ ഷോർട്ട് ടേം ഹൈസ് എടുക്കുന്നു. ഓക്കെ, ഷോർട്ട് ടേം ഹൈസ് ഇതിൻ്റെ ഉള്ളിലുള്ള ഈ സ്ട്രക്ചറിലുള്ള ഷോർട്ട് ടേം ഹൈസ് എടുക്കുന്നു. അതോടൊപ്പം ഇംബാലൻസസ്
റീപ്രൈസ് ചെയ്യുന്നു, ഫില്ല് ചെയ്യുന്നു, ഓർഡർ ബ്ലോക്ക് മിറ്റിഗേറ്റ് ചെയ്യുന്നു. ഇത്തരം കാര്യങ്ങളാണ് ഇതിൻ്റെ ഉള്ളിൽ, ഒരു സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ PDRS മിറ്റിഗേഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇൻ്റർമീഡിയറ്റ് ടേം ആൻഡ് ഷോർട്ട് ടേം ലോസ് ആൻഡ് ഹൈസ് എന്നുള്ളത് നമുക്ക് ഓരോ സ്ട്രക്ചറിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഐഡൻറ്റിഫൈ ചെയ്യുമ്പോഴാണ് കൂടുതൽ ആ ട്രെൻഡ് കൺഫേം ആയിട്ട് നമുക്ക് എൻട്രീസ് പ്ലേസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, നമുക്കിനി അടുത്തത് ഒരു സ്വിംഗ് സ്ട്രക്ചർ. നമ്മൾ ഇപ്പം സ്ട്രക്ചറിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നു, അതുപോലെ തന്നെ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒരു സ്വിംഗ് എങ്ങനെയാണ് ഫോം ചെയ്യുക. ഒരു സ്വിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു 3 ക്യാൻഡിൽ ഫോർമേഷൻ ഉണ്ട് എന്നുള്ളത് നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ICT അതിനെ ഒരു സ്വിങ്ങിനെ അല്ലെങ്കിൽ രണ്ട് സ്ട്രക്ചർ ഉണ്ട് എന്നുള്ളതാണ് ഒരു സ്വിങ്ങിനെ പറയുന്നത്. ഒരു ടൈപ്പ് A ആൻഡ് ടൈപ്പ് B എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ടൈപ്പ് A ആൻഡ് ടൈപ്പ് B എന്ന് നമുക്ക് നോക്കാം. ടൈപ്പ് A എന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടുള്ള, അതായത് ഇതൊരു ബുള്ളിഷ് ഒരു സിനാരിയോ ആണ്. ഇവിടെ നോക്കാം, ഇവിടെ ഇതിന് 3 ക്യാൻഡിലായിട്ടാണ് കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് ക്യാൻഡിൽ ഫോം ചെയ്യുന്നു, സെക്കൻഡ് ക്യാൻഡിൽ അതിൻ്റെ ലോ എടുക്കുന്നു, അല്ലേ, സെൽ സ്റ്റോപ്സ് എടുക്കുന്നു, അല്ലെങ്കിൽ സെൽ ലിക്വിഡിറ്റി എടുത്ത ശേഷം മൂന്നാമത്തെ ക്യാൻഡിൽ മുകളിലേക്ക് പോകുന്നു. ഓക്കെ, അപ്പം ഇതെന്താണ് കൺസിഡർ ചെയ്യുന്നത്? അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ക്യാൻഡിൽ സെൽ സ്റ്റോപ്സ് എടുക്കുന്നു, അതിനേക്കാൾ ലോവർ ആയിട്ടാണ് സെക്കൻഡ് ക്യാൻഡിൽ ഉള്ളത്. തേർഡ് ക്യാൻഡിൽ ഇതിൻ്റെ മുകളിലാണ്. അപ്പം ഇതാണ് ഇതിൻ്റെ ലോവർ ആയിട്ടുള്ളത്. 2 അപ്പുറത്തും ഇപ്പുറത്തും ഹയർ ആയിട്ടുള്ള ക്യാൻഡിൽസ് ആണ് നമുക്ക് ഈ ഒരു സ്ട്രക്ചറിൽ കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇതൊരു സിനാരിയോ. ദെൻ സെക്കൻഡ് സിനാരിയോ ഇതാണ്, ഈ കേസാണ്. ഇവിടെയും ഒരു 3 ക്യാൻഡിൽ ഫോർമേഷൻ ആണ്. ബട്ട് ഈ സ്വിംഗ് ഫോം ചെയ്യുന്നത് ഈ ഫസ്റ്റ് ക്യാൻഡിലിൽ വരുന്നു, ശേഷം സെക്കൻഡ് ക്യാൻഡിൽ നമുക്ക് ഇവിടെ വരേണ്ടത് എന്താണ്? ശരിക്കും നോർമലി ഇതാണ് ഒരു ക്ലാസിക് ഫോർമേഷൻ 3 ക്യാൻഡിലിൻ്റെ. ബട്ട് സെക്കൻഡ് ക്യാൻഡിൽ ഫോം ചെയ്യുന്നത് അതിനെ ക്ലോസ് താഴേക്ക് ചെയ്യാണ്ട് മുകളിലേക്ക് പോയിരിക്കുകയാണ്. അതായത് ഇവിടെ സെൽ സ്റ്റോപ്സ് എടുത്തിട്ടില്ല, പകരം മുകളിലേക്ക് പോയിട്ട് ക്ലോസ് ചെയ്യുന്നു. ആൻഡ് ദ തേർഡ് ക്യാൻഡിൽ അതിൻ്റെ കണ്ടിന്യൂവേഷൻ. അവിടെയും ശ്രദ്ധിക്കുക, ആ തേർഡ് ക്യാൻഡിൽ ഈ സെക്കൻഡ് ക്യാൻഡിലിന് താഴേക്കോ അല്ലെങ്കിൽ അതിൻ്റെ സെൽ സൈഡ് എടുത്തിട്ടില്ല, മുകളിലേക്ക് പോയിട്ടുണ്ട്. സോ ഇതാണ് ഒരു 2 സ്വിംഗ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. നമ്മളിത് കണ്ടിട്ടുള്ളതാണ്, അല്ലെങ്കിൽ നമ്മൾ സ്ട്രക്ചർ ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ്. ഇതാണ് ആ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. ഇത് അതിൻ്റെ ഒരു പിക്ചറൈസേഷനാണ്. ഇവിടെ നോക്കുക, ഇവിടുന്ന് ഈ ക്യാൻഡിൽ അല്ലെങ്കിൽ ഈ ഒരു സ്ട്രക്ചർ കണ്ടിന്യൂ ചെയ്ത് താഴേക്ക് വരുന്നു, സെൽ സ്റ്റോപ്സ് എടുത്ത ശേഷം മുകളിലേക്ക് പോയി ക്ലോസ് ചെയ്യുന്നു, അല്ലെങ്കിൽ മാർക്കറ്റ് സ്ട്രക്ചറെ ഷിഫ്റ്റ് സംഭവിക്കുന്നു. ഷിഫ്റ്റ് ചെയ്ത ശേഷം പ്രൈസ് വീണ്ടും താഴേക്ക് വന്ന് ഇവിടെയുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പോ ഓർഡർ ബ്ലോക്കോ അല്ലെങ്കിൽ ബ്രേക്കറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രൈസ് അതിനെ റീപ്രൈസ് ചെയ്ത ശേഷം മുകളിലേക്ക് പോകുന്നു. ഓക്കെ, ഇതാണ് ഈ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. ആൻഡ് ടൈപ്പ് B പാറ്റേൺ എന്ന് പറയുന്നത് പ്രൈസ് താഴേക്ക് വന്നു, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ വന്നു, ഒരു സപ്പോർട്ടിൽ വന്ന ശേഷം പ്രൈസ് മുകളിലേക്ക് പോയി താഴേക്ക് സ്റ്റോപ്സ് എടുത്തിട്ടില്ല, അല്ലേ. ഇവിടെ താഴെ ആ സ്റ്റോപ്സ് എടുക്കാണ്ട് പകരം ഫെയിലർ ആയിട്ട് ആ സ്വിംഗ് അവിടെ ഫെയിലർ ആവുകയാണ്. ശേഷം പ്രൈസ് മുകളിലേക്ക് പോകുന്നു, ഇവിടെ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ ഷിഫ്റ്റ് സംഭവിക്കുന്നു. ഷിഫ്റ്റ് സംഭവിച്ച ശേഷം മാർക്കറ്റ് താഴേക്ക് റിട്രേസ്മെൻറ്റ് വന്നിട്ട് ഇവിടെയുള്ള ആ ഒരു മിറ്റിഗേഷൻ ബ്ലോക്ക് അല്ലെങ്കിൽ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഓർഡർ ബ്ലോക്ക് അതിലേതെങ്കിലും പ്രൈസ് മിറ്റിഗേറ്റ് ചെയ്ത ശേഷം അല്ലെങ്കിൽ മിറ്റിഗേറ്റ് ചെയ്ത ശേഷം പ്രൈസ് മുകളിലേക്ക് പോകുന്നു, പ്രൈസ് ട്രെൻഡ് ചേഞ്ച് ആവും. സോ ഇതാണ് ടൈപ്പ് A ആൻഡ് ടൈപ്പ് B സ്വിംഗ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. നമ്മളിതിനെ കോമൺ ആയിട്ട് ഇതിനെ ബ്രേക്കർ പാറ്റേൺ എന്നും ഇതിനെ ഒരു ഫെയിലർ സ്വിംഗ് പാറ്റേണുമായിട്ടാണ് നമ്മളിതിനെ വിളിക്കുന്നത്. ബ്രേക്കർ പാറ്റേൺ എന്ന് ഉപയോഗിച്ചാൽ ഇവിടെ ഒരു ബ്രേക്കർ ഉപയോഗിച്ചിട്ടായിരിക്കും ഈ ഒരു ലിക്വിഡിറ്റി ഇവിടെ എടുത്തിരിക്കുന്നത്. അറ്റ് ദി സെയിം ടൈം ഇവിടെ ആ ലിക്വിഡിറ്റി പ്രൈസ് എടുക്കുന്നില്ല, പകരം അതെന്തായിട്ടാണ് ഫോം ചെയ്യുക? ഒരു ഫെയിലർ സ്വിംഗ് സ്ട്രക്ചർ ആയിട്ടാണ് ഇവിടെ ഫോം ചെയ്യുന്നത്. ആൻഡ് ഇതൊരു സ്ട്രോങ്ങർ ആയിട്ടുള്ള ട്രെൻഡ് ഒരു സ്ട്രെങ്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു രീതിയാണ് ഇത്. ഈ 2 ടൈപ്പ് A ആൻഡ് ടൈപ്പ് B സിനാരിയോ എന്ന് പറയുന്നത് സ്വിംഗ് സ്ട്രക്ചർ. ഓക്കെ, സോ ഇത്രയുള്ളായിരുന്നു നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന കാര്യങ്ങൾ. താങ്ക് യു. And for more educational assistance, follow me YouTube channel and links in the description. Thank you.